പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, JB മേത്തർ, അലൂഷ്യസ് സേവ്യർ എന്നിവർ നടത്തിവന്ന സമരം അവസാനിപ്പിക്കും. നേതാക്കളോട് കൂടിയാലോചിച്ച ശേഷമാകും അന്തിമ തീരുമാനം. സലിം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലിം, ഇപ്പോൾ JS സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം അദ്ദേഹം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാനാണോ ഇപ്പോൾ നേതാക്കളുടെ തീരുമാനം? ഉന്മേഷ്, പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് CBI അന്വേഷിക്കണം, ഒപ്പം ഡീനിനെ പ്രതി ചേർക്കണം, ഡീനിനെ പുറത്താക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും സംസ്ഥാന പ്രസിഡന്റുമാർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഇന്ന് 6ാം ദിവസമാണ്. ഇതിലെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കേസ് CBI അന്വേഷിക്കണമെന്നുള്ളത്. ആ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സിദ്ധാർത്ഥിൻ്റെ കുടുംബം കൂടിയാലോചിച്ച ശേഷം അനുകൂലമായൊരു തീരുമാനമുണ്ടായി എന്നാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഈ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ അത് നേതാക്കന്മാരുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലൊരു സമരം അവസാനിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസ് CBI എന്നുള്ളതായിരുന്നു. ആ നിലയിൽ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ ഇവരോട് ഈ സമരം അവസാനിപ്പിക്കണം, ആരോഗ്യ പ്രശ്നം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേസ് CBI അന്വേഷിക്കണമെന്നായിരുന്നു. ഇപ്പോൾ CBI അന്വേഷിക്കാം എന്ന് ഉറപ്പ് നൽകിയതായാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സമരത്തിന്റെ ഭാവി എന്താണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയും പിതാവിൻ്റെ അഭ്യർത്ഥനയെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സമീപിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ളൊരു ആശങ്ക, പിണറായി വിജയൻ കൊടുത്ത എണ്ണിയാലൊടുങ്ങാത്ത ഉറപ്പുകൾ, പാഴാക്കപ്പെട്ട ഉറപ്പുകളിലൊന്നായി ഇത് മാറുമോ എന്നുള്ളൊരു ആശങ്ക ഇല്ലാതില്ല. എന്തായാലും നേതൃത്വവുമായിട്ട് സംസാരിച്ചിട്ടിപ്പോൾ ശ്രീ KC വേണുഗോപാലുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന MM ഹസൻ സാർ ഇവിടേക്ക് എത്തും. KC ജോസഫ് സാർ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇവിടെയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അത് നേതൃത്വമാണ് ഞങ്ങളോട് സമരം ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങളെ വൈകാരികമായി ബാധിച്ചൊരു വിഷയം, സമരം ചെയ്യാൻ സംതൃപ്തിയോടെ തന്നെ ചെയ്ത സമരമാണെങ്കിലും പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടാണ് സമരം ആരംഭിച്ചത്. ബാക്കി കാര്യങ്ങളും പാർട്ടി പറയുന്ന എന്ത് തീരുമാനം, ആ തീരുമാനത്തിനൊപ്പം ഒന്നുമില്ല, പാർട്ടി പറയുന്ന തീരുമാനം കിട്ടും. അപ്പോഴും ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നൽകിയ, മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ വിശ്വാസമുണ്ടോ? എൻ്റെ കൺസേണാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ആ പിതാവ് തന്നെ അതിൽ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ അവരിയ്ക്കുകയാണ്. ആ സമയത്ത് ആ വിശ്വാസത്തെ എടുത്താൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കത് ഒരു ആശ്വാസം ഉണ്ടാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അഭ്യർത്ഥന, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയോട് നമുക്കൊരു മതിപ്പുമില്ല, ഉറപ്പുകളൊന്നും അദ്ദേഹം പാലിക്കാറില്ല. പക്ഷേ വീണയുടെയും വിവേകിൻ്റെയും പിതാവ്, ആ പിതാവിനെ എനിക്ക് വിശ്വാസമാണ്. കാരണം മക്കൾക്ക് വേണ്ടി വഴിവിട്ട മാർഗത്തിലൂടെ വരെ എന്തും ചെയ്യുന്നൊരു പിതാവാണ് അദ്ദേഹം. അപ്പോൾ ആ പിതാവായിട്ടൊരു തീരുമാനം എടുക്കണം. ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങയുടെ ചെറുമകൻ്റെ പ്രായം മാത്രമുള്ളൊരു കുട്ടിയാണ്. അവന് നേരെ ഉണ്ടായ സമാനതകളില്ലാത്ത അതിക്രമം, ആൻറ്റി റാഗിങ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമായിട്ട് വായിക്കരുത്. വീണയുടെയും വിവേകിൻ്റെയും പിതാവായിട്ട് ഒന്നിരുന്ന് വായിക്കണം. SFI ഇന്നലെ വരെ ചെയ്തിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും കൊള്ളരുതായ്മകളും നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിന്തുണയാണ് അവർക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുത്തത്. പക്ഷേ ഈ വിഷയത്തിൽ പിതാവായി വായിക്കണം. ഉന്മേഷ്, ആ നിലയിലാണ് ഇവരുടെ ഇപ്പോഴുള്ള നിലപാട്. അതായത് നേതാക്കൾ പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കും. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷമാകും അന്തിമ തീരുമാനത്തിലേക്ക് ഈ സംഘടനകൾ പോവുക. ഉന്മേഷ്, സലിം മാലിക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.